ഇന്നലെ ഞാനൊരു ഇലയുടെ വീഡിയോ അയച്ചായിരുന്നു. ഇലക്കറി എനിക്ക് മസ്റ്റാണ്. ഞാൻ 4-1 ഇലക്കറി കൂട്ടും, കുറഞ്ഞത്. ചിലപ്പം കൂടുതൽ കഴിക്കും. എന്തായാലും ഡെയിലി എനിക്ക് ഇലയുണ്ടാവും. എൻ്റെ മെയിൻ ഫുഡ് ഉച്ചയ്ക്കുള്ളതാണ്. രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു പീസ്, ഇഡ്ഡലിയാണ് 2 പീസ്, മറ്റുള്ളത് 1 പീസ്, ഇടയ്ക്ക് വല്ല ചെറുപഴം, അതൊക്കെ കഴിക്കുകയുള്ളൂ. ഇന്ന് മഴയായതുകൊണ്ട് നല്ല മഴയാണ്, അതുകൊണ്ട് പഴമൊന്നുമില്ല. പിന്നെ കറികൾ മനസ്സിലായി കാണുമല്ലോ. 1 ഇലക്കറി, പിന്നെ 1 ചക്കരിശ്ശേരിയാണ്, അതിൻ്റെ ഇടയിൽ ചോറുണ്ട് കേട്ടോ. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, ചക്കക്കുഞ്ഞലും പിന്നെ ചക്കക്കുരുവൊക്കെ കൂടാണ്. പിന്നെ മീൻ എന്തെങ്കിലും കാണും. ഞാൻ പുറത്തുനിന്ന് ഒരു കറിക്ക് ഒന്നും വാങ്ങാറില്ല. പിന്നെ എല്ലാം പറമ്പിലുള്ളതോ എന്തെങ്കിലും എവിടുന്നെങ്കിലും സംഘടിപ്പിക്കേ ഉള്ളൂ. പിന്നെ ഞാൻ 1/4 ചോറ് കഴിക്കത്തുള്ളൂ. ചിലപ്പോൾ 1/5 കാണുള്ളൂ. ഇതിപ്പോൾ 1/5 ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പിന്നെ പ്രോട്ടീൻ എന്തെങ്കിലും കാണും. ചിലപ്പോൾ മല പയറോ കടലയോ ചെറുപയറോ വൻപയറോ എന്തെങ്കിലുമൊക്കെ തോരനകത്തൊക്കെ ഇടും. അങ്ങനെ പിന്നെ വീട്ടിൽ കിട്ടുന്നത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ചക്ക വരട്ടിയതാണ്. ചക്കയുടെ സീസണിൽ ഞാൻ ചക്ക വരട്ടി ഇതൊക്കെ ഇച്ചിരി കരുതിയേക്കും. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് പഴമൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ ഇതേ ഉള്ളൂ എൻ്റെ മെയിനായിട്ടുള്ള ഫുഡാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ആരോഗ്യത്തിന് വേണ്ടതായിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട്, ചിലപ്പോൾ ഓട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇച്ചിരി ഉപ്പുമാവായിരിക്കാം, ചിലപ്പോൾ ഒരു കഞ്ഞിയായിരിക്കാം, വലിയ കറിയൊന്നുമില്ലാതെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കത്തേ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ല, മഴയായതുകൊണ്ടൊന്നും ഇവിടെ കരുതിയിട്ടില്ല. പിന്നെ ചക്ക വരട്ടിയത് ഫ്രൂട്ടാണല്ലോ. പിന്നെ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ വല്ല ഉണക്കമുന്തിരിയോ വല്ല ഡേറ്റ്സോ ഒക്കെ ചിലപ്പം കരുതിയിരിക്കും. ഓക്കെ.